നമസ്കാരം, സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു മാധവൻ രചന നിർവഹിക്കുന്ന ചിത്രമാണ് പൈങ്കിളി. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനറിൽ ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഏറെ കൗതുകം നിറച്ചുള്ള പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി 14 ചിത്രം റിലീസിനായി ഒരുങ്ങുകയാണ്. ചന്തു സലീം കുമാർ, അബു സലീം, ജിസ്മ വിമൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി, റിയാസ് ഖാൻ, അശ്വതി ബി, അമ്പിളി അയ്യപ്പൻ, പ്രമോദ് ഉപ്പ്, അല്ലുപ്പൻ, ശാരദാമ്മ, വിജയ് ജേക്കബ്, ദേവനന്ദ, ദീപു പണിക്കർ, അജയ്, സുലേഖ, പ്രണവ് യേശുദാസ്, നിഖിൽ, സുകുമാർ തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അപ്പാനി ശരത്, ജോസ് കുട്ടി ജേക്കബ്, രോഹിത് മേനോൻ, നിൽജ കെ ബേബി, ഹിമ ശങ്കരി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഷാജി സ്റ്റീഫൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഓഫ് റോഡ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലിറിക്കൽ വീഡിയോ ഗാനം റിലീസായി. ഷാജി സ്റ്റീഫൻ എഴുതിയ വരികൾക്ക് സുഭാഷ് മോഹൻരാജ് സംഗീതം പകർന്ന് ബിജു നാരായണൻ ആലപിച്ച ഇടയൻ വരും എന്ന ലിറിക്കൽ വീഡിയോ ആണ് ഗാനമായി റിലീസായത്. ഹരികൃഷ്ണൻ, സഞ്ജു മധു, അരുൺ പുനലൂർ, ഉണ്ണിരാജ, രാജ് ജോസഫ്, ടോം സ്കോട്ട് തുടങ്ങിയ യുവതാരങ്ങളോടൊപ്പം ലാൽ ജോസ്, അജിത് കോശി, നിയാസ് ബേക്കർ, ഗണേശ് രംഗൻ, അലായസ് നയന തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ഒട്ടേറെ പുതുമുഖങ്ങളും വേഷമിടുന്നു. ദക്ഷിണേന്ത്യൻ സിനിമ ഐക്കണായ സിൽക്ക് സ്മിതയുടെ ഔദ്യോഗിക ബയോപിക് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം തുടങ്ങും. സിൽക്ക് സ്മിതയുടെ ജന്മദിനമായ ഡിസംബർ 2 ചിത്രത്തിന്റെ പ്രഖ്യാപനം നടന്നത്. നിർമ്മാതാക്കൾ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയും പുറത്തിറക്കി. STRI സിനിമാസിന്റെ ബാനറിൽ ജയറാം ശങ്കർ സംവിധാനം ചെയ്ത് SB വിജയ് അമൃതരാജ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഇന്ത്യൻ വംശജയായ ഓസ്ട്രേലിയൻ അഭിനേതാവും മോഡലുമായ ചന്ദ്രിക രവിയാണ് പ്രിയ നടിയുടെ കഥയ്ക്ക് ജീവൻ നൽകുന്നത്. നിർമ്മാണം ആരംഭിക്കുന്ന ചിത്രം സിൽക്ക് സ്മിത ദക്ഷിണേന്ത്യയുടെ രാജ്ഞിയെ കുറിച്ച് ഒരു കാഴ്ച നൽകുന്നതാകും. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ 5 ഭാഷകളിൽ ചിത്രം അടുത്ത വർഷം റിലീസ് ചെയ്യും. ഗുണനിധി, ചെമ്പൻ വിനോദ്, അപ്പാനി ശരത്, ശ്രീരേഖ, കാളി വെങ്കിട്ട് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന അലങ്ക് ഡിസംബർ 27 തിയേറ്ററിലെത്തും. മലയാളി താരങ്ങളായ ചെമ്പൻ വിനോദും അപ്പാനി ശരത്തും ശ്രീരേഖയും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. തമിഴ്നാട് കേരള അതിർത്തിക്ക് സമീപമുള്ള യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രമാണ് അലൻ. ചിത്രത്തിൽ ഒരു നായികയ്ക്ക് നിർണായക വേഷമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ഗ്രൂപ്പുകളും തമിഴ്നാട്ടിലെ ആദിവാസി യുവജന സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. കണ്ടം ക്രിക്കറ്റ് കളി പശ്ചാത്തലമാക്കി നവാഗത സംവിധായകൻ ഷമീം മൊയ്തീൻ സംവിധാനം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. സുഡാനി ഫ്രം നൈജീരിയ എന്ന ആദ്യ സിനിമയിലൂടെ ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ സംവിധായകൻ സക്രിയ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നു. അൽതാഫ് സലീം, നസ്ലിൻ ജമീല സലീം, സജിൻ ചെറുകയിൽ, രഞ്ജി കൺകോൾ, വിജിലേഷ്, ബാലൻ പാറക്കൽ, ഷംസുദ്ദീൻ മങ്കരത്തൊടി, അശ്വിൻ വിജയ്, സദാനന്ദൻ, അനുരൂപ്, ഹിജാസ് ഇക്ബാൽ, വിനീത് കൃഷ്ണ, അനിൽ കെ കുടശനാട്, കനകം തുടങ്ങിയവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ. ഹരിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സൽവാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷാഫി കൊറോത്ത് നിർവഹിക്കുന്നു. ആശിഷ് കക്കോടി തിരക്കഥാ സംഭാഷണം എഴുതുന്നു. നിഷാദ് അഹമ്മദ് എഴുതിയ വരികൾക്ക് ശ്രീഹരി നായർ സംഗീതം പകരുന്നു. ഗോവിന്ദ് വസന്ത, ബെന്നി ദയാൽ, DJ ശേഖർ, ചിത്ര എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ. ദേശീയ അവാർഡ് ജേതാവായ അസീസ് നാടോടി കലാ സംവിധാനം നിർവഹിക്കുന്നു.